അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പോൾ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കാര്യങ്ങൾക്കൊന്നും കൊള്ളില്ലെങ്കിൽ അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ജോലിക്ക് വിടൂ എന്ന് ബി.ജെ.പിയുടെ പ്രതിനിധി പറയുകയുണ്ടായി. നോക്കൂ, 2012 മുതൽ ഏകദേശം 80 തെരഞ്ഞെടുപ്പുകളിൽ എങ്കിലും പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹം നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി. അദ്ദേഹം ഒരു വശത്ത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ്, മറുവശത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളായ സൈന്യത്തെയും ജുഡീഷ്യറിയെയും എല്ലാം രാജ്യത്തിന് എന്തെല്ലാം ഉണ്ടോ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം അപഹസിക്കുക, അതിനെ വിമർശിക്കുക എന്നത് രാഹുലിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുന്നത്. ഈ എയർ ചീഫ് മാർഷലിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷവും അത്തരം ആരോപണങ്ങളിൽ നിന്ന് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നേയില്ല. ജയറാം രമേശിന്റെ ഏറ്റവും ഒടുവിൽ വന്ന എക്സ്പോസ്റ്റ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഈ കോൺഗ്രസിന് എന്താണ് ഇത്ര വലിയ സംശയം ഇക്കാര്യത്തിലൊക്കെ? നീലിമ, ഉല്ലാസ് ബാബു സംസാരിച്ചപ്പോഴൊന്നും നീലിമ ഇടപെട്ടില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും ഇടപെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉല്ലാസ് ബാബുവിനോട് പറയുന്നത്, ഉല്ലാസ് ബാബുവിന്റെ ഒരു അംഗീകാരവും അദ്ദേഹത്തിന് നാണക്കേടായിട്ട് തോന്നുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ഞാൻ ഉല്ലാസ് ബാബുവിനോട് പറയുന്നു, ഉല്ലാസ് ബാബുവിന്റെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജയിച്ചതിനേക്കാൾ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന് സംശയമുണ്ടോ അക്കാര്യത്തിൽ? 10 കൊല്ലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 5.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം 1.25 ലക്ഷത്തിലേക്ക് പോന്നതും ആദ്യത്തെ 1.5 മണിക്കൂറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് രംഗത്ത് 16,000 വരെ വോട്ടിന്റെ പിന്നിൽ പോയതും ഉല്ലാസ് ബാബു അറിഞ്ഞിട്ടും നടിക്കാത്തതാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ നേതാവിനേക്കാൾ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. നമ്പർ 1. ഇനി നമ്പർ 2, അങ്ങ് ചോദിച്ചു POK എന്തേ പിടിക്കാത്തത് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന്? ഞങ്ങൾ ചോദിക്കുന്നതേ, ഇപ്പൊ നിങ്ങളല്ലേ ഭരിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ അവിടെ പറഞ്ഞല്ലോ, പാർലമെന്റിൽ പ്രസംഗിച്ചല്ലോ, പാകിസ്ഥാൻ ഓടി ഞങ്ങളുടെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. POK പിടിച്ചിട്ട് നിങ്ങൾക്ക് യുദ്ധം നിർത്തിയാൽ പോരായിരുന്നു? എന്തായിരുന്നു യുദ്ധത്തിന് തടസ്സം? ഇനി നിങ്ങൾ ചോദിക്കുന്നു POKയിൽ നമ്മുടെ സൈനികരെ വിട്ടിട്ട് എന്റെ മറ്റേ സൈനികരെ. ഞാൻ ഉല്ലാസ് ബാബു സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ ഉല്ലാസ് ബാബു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, 71-ലെ യുദ്ധത്തിൽ ഞങ്ങൾ പിടിച്ചില്ല, 77-ൽ നിങ്ങളും കൂടി ഉൾപ്പെട്ട വാജ്പേയി വിദേശകാര്യ മന്ത്രിയായിരുന്ന ഒരു മന്ത്രിസഭയാണല്ലോ അധികാരത്തിൽ വന്നത്. നിങ്ങൾക്ക് എന്തേ പാകിസ്ഥാനിൽ ഞങ്ങളുടെ കുറച്ച് സൈനികരുണ്ട്, അവരെ യുദ്ധ തടവുകാരായിട്ട് പിടിച്ചിരിക്കുന്നു, അവിടെ വിട്ടുകിട്ടണമെന്ന് എന്തേ ആവശ്യപ്പെടാത്തത്? യുദ്ധം നിർത്തുമ്പോ ഉല്ലാസ് ബാബു അങ്ങ് അറിയണം, ബീയിങ് എ സോൾജിയർ, അൻ എക്സ് സോൾജിയർ, ഞാൻ പറയുന്നു, യുദ്ധം നിർത്തുന്ന സമയത്ത് ഈ 53 സൈനികരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇറ്റ് വാസ് മിസ്സിംഗ് സോൾജിയേഴ്സ്. അവർ യുദ്ധത്തടവുകാരെ പിടിച്ചു എന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നമ്മുടെ പിടിച്ച 1000-ഓളം സൈനികരാണ്. അതാണ് യുദ്ധത്തടവുകാരുടെ ലിസ്റ്റിലുള്ളത്. ആ ലിസ്റ്റിൽ ഇപ്പോൾ പിന്നീട് വന്ന 50 പേര് ഉണ്ട് എന്ന് പറയുന്നപ്പോഴാ സുൽഫീഖർ അലി ഭൂട്ടോയെ പെഷാവാറിലെ ഒരു ജയിലിൽ അടയ്ക്കുമ്പോൾ അദ്ദേഹമാണ് ജയിൽ മുറിയിൽ അപ്പുറത്ത് നിന്ന് വലിയ അലർച്ചയും ഭീകരമായ നിലവിളികളും കേൾക്കുന്നു. അത് തടവിലാക്കപ്പെട്ട ഇന്ത്യൻ സൈനികരുടേതാണ് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോഴാണ് നമ്മൾക്ക് അറിയുന്നത് യുദ്ധ തടവുകാർ അവിടെ ഉണ്ട് എന്നുള്ള വിവരം. അതിനു മുമ്പ് ഈ തടവുകാരെ സംബന്ധിച്ചുള്ള വിവരം അവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്തത്. പക്ഷേ പാകിസ്ഥാന്റെ കാര്യത്തിൽ 93,000 സൈനികർ ഇവിടെ ഉണ്ട്, ഭാരതത്തിലുണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാന് വളരെ കൃത്യമായി അറിയായിരുന്നു. അവർ 93,000 സൈനികരെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മുടെ സൈനികർ പാകിസ്ഥാനിലുണ്ട്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് അന്നത്തെ ചില സത്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സേനാപതി കേൾക്കൂ, 93,000 സൈനികരെ നമ്മൾ വിട്ടുകിട്ടുമ്പോ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഇന്ത്യയുടെ 1000-ഓളം സൈനികർ അവർ ബന്ദികളാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ തടവുകാരെയാണ് വിട്ടയച്ചത്. അന്ന് ഈ മിസ്സിംഗ് സൈനികരെ കുറിച്ചുള്ള വിവരങ്ങളില്ല. അതൊക്കെ പിന്നീട് വരുന്ന വിവരങ്ങളാണ്. നമ്മൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ, ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറയരുത്. അങ്ങനെ ഇന്ത്യയിലെ സൈനികർ അവിടെ ഉണ്ട് എങ്കിൽ ഈ സൈനികരെ വിട്ടുകൊടുക്കും. ഇനി വേറൊന്ന്, 93,000 സൈനികരെ എന്തുകൊണ്ട് വിട്ടുകൊടുത്തു എന്നുള്ള ചോദ്യം. ഈ 93,000 സൈനികരെ പോറ്റിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ആ പട്ടിണി ഈ യുദ്ധത്തിന് അനന്തരശേഷം കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? അത് തന്നെയല്ല, ഇന്ത്യ ഒരു കറാച്ചി വരെ നമ്മൾ എത്തുന്നുണ്ട്. നമ്മുടെ സൈനിക നീക്കം അവിടെ വരെ എത്തുന്നുണ്ട്. അവിടെ വരെ പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതെല്ലാം വിട്ടുകൊടുത്തിട്ട്
തിരിച്ചു പോരൂ എന്ന് ഭാരതത്തിന്റെ സൈനികരോട് ആഹ്വാനം ചെയ്ത ഒരു കാലമുണ്ട് നമ്മുടെ മുന്നിൽ. അല്ല, ഞാൻ ചോദിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഈ കഴിഞ്ഞ ദിവസവും പാർലമെന്റിൽ പറഞ്ഞല്ലോ, നമ്മുടെ സൈന്യം ഇരച്ചു കയറി പാകിസ്ഥാൻ ഇതാ ഞങ്ങള് തീരാൻ പോകുന്നെന്നും പറഞ്ഞ് അവര് ഇന്ത്യയുടെ മുമ്പിൽ ശരണം നേടിയെന്ന്. എന്നാ പിന്നെ യുദ്ധം അങ്ങ് നീട്ടിവെച്ച് പാകിസ്ഥാൻ മുഴുവൻ ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു? ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് വരാം. നീലിമ അങ്ങനെ ഇടപെടുവാണെങ്കിൽ അല്ല, രഘുനാഥ് ചൈതന്യ ഇവിടെ പറഞ്ഞത് മുഴുവൻ സൈനികൻ എന്ന നിലയിലല്ല, നല്ല ഒന്നാന്തരം BJP സൈനികനായി തന്നെ സംസാരിക്കട്ടെ. നല്ല ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇവിടെ എന്ത് നടന്നു, ആരുടെ താല്പര്യമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സംരക്ഷിച്ചത് എന്ന് ഒരു മുൻ സൈനികനല്ലേ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഒരു മിനിറ്റ് ശ്രീ രഘുനാഥ് ചൈതന്യ. ഞാൻ പറയുന്നത് കേട്ടിട്ട് മതിയല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോഴൊന്നും ഞാൻ 1986 രാജീവ് ഗാന്ധി വാങ്ങിയ ബൊഫേഴ്സ് തോക്ക്, ആ തോക്കാണ് 1999 യുദ്ധത്തിൽ പാകിസ്ഥാൻകാരൻ കാർഗിൽ മലനിരകൾ പിടിച്ചപ്പോ ആ പീരങ്കികൾ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് എത്താൻ പറ്റത്തില്ല. ജോഗീന്ദർ സിംഗിന്റെ കഥ ഇപ്പോഴും 17 വെടി ശരീരത്തേറ്റ ജോഗീന്ദർ സിംഗ് ഇപ്പോഴും പറയുന്നു. അദ്ദേഹം പറയുന്നു താഴെ നിന്ന് ബോഫോഴ്സ് ഗണ്ണിന്റെ ഫയറിങ് അത് രാജീവ് ഗാന്ധി മേടിച്ചതേ. പിന്നെ രാജീവ് ഗാന്ധി പത്നി സമേതം എന്താ പറഞ്ഞേ INS യാത്ര ചെയ്തു, വിരാടിൽ യാത്ര ചെയ്തു. ശ്രീ രഘുനാഥെ, ഒന്ന് നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയാ പോകാത്തത്? ഇനിയിപ്പം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഭാര്യാസമേതനായിട്ട് പോകാൻ പറ്റത്തില്ല, അദ്ദേഹം ആ കുടുംബം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പോകും. അതൊക്കെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പോകും. നിങ്ങളെ രാജീവ് ഗാന്ധിക്ക് പോകാം INS വിക്രാന്തിൽ, വിദേശികളെയും കൂട്ടി 10 ദിവസം അവിടെ തമ്പടിച്ചുകൊണ്ട് അത്തരത്തിൽ വിനോദത്തിലൊക്കെ ഏർപ്പെടാം.